ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ആ തംബ്നെയിലിൽ കണ്ടതുപോലെ ഗാർഡൻ ബ്രെഡാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ലൂക്ക് വാം മിൽക്കിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഈസ്റ്റിനെ ഒന്ന് ബ്ലൂം ചെയ്യാനായിട്ട് ഏകദേശം 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റിനെ ഇതുപോലെ ബ്ലൂം ചെയ്യാനായിട്ട് വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ എനിക്കൊരു നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾക്ക് മീൻ വൈലിൽ നമുക്കൊരു 3.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ മൈദ. അതിനെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഒന്ന് സീവ് ചെയ്ത് വയ്ക്കാം. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ സോൾട്ടാണ്. സോൾട്ട് നിങ്ങളുടെ അളവിനനുസരിച്ച്. ഇനി എടുത്തിരിക്കുന്നത് 1 എഗ്ഗാണ്. അപ്പോൾ ഈ എഗ്ഗിനെ ആഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് ബീറ്റൻ എഗ്ഗിനെ ആഡ് ചെയ്യാം. അത് പക്ഷേ എനിക്ക് ഇതിനകത്ത് വെച്ച് ബീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ 1 എഗ്ഗിനെ ഇങ്ങനെ ആഡ് ചെയ്തു. ഇനി എടുത്തിരിക്കുന്നത് 1 കപ്പ് ലൂക്ക് വാം വാട്ടറാണ്. ലൂക്ക് വാം മിൽക്ക് എന്നറിയാതെ പറഞ്ഞു പോയതാണ്. ലൂക്ക് വാം വാട്ടറാണ്. ഇനി നമ്മൾ നേരത്തെ ബ്ലൂം ചെയ്യാൻ വെച്ചിരുന്ന ഈസ്റ്റ് നന്നായിട്ട് ബ്ലൂം ചെയ്തു. അതിനെയും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ എല്ലാത്തിനെയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ എഗ്ഗിനെ നിങ്ങൾക്ക് ബീറ്റൻ ചെയ്ത എഗ്ഗിനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അല്ലാണ്ട് ഇവിടെ ഇട്ട് തന്നെ എഗ്ഗിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. ആ വാട്ടറും എഗ്ഗും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് പൊടികളെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ ബട്ടർ, അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ നീഡ് ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നല്ല മടിച്ചയാണെന്ന്. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ സ്റ്റാൻഡ് മിക്സറിൽ വെച്ചിട്ടാണ് നീഡ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ കൈ കൊണ്ടാണ് കുഴയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കയ്യിലേക്കൊന്ന് എണ്ണ തടവിയതിന് ശേഷം ഇതിനെ നീഡ് ചെയ്തെടുക്കാം. അപ്പം പതിവ് പോലെ എൻ്റെ ഡിന്നർ റോൾസിൻ്റെ റെസിപ്പിയിലും അതുപോലെ തന്നെ കോഫി ബണ്ണിൻ്റെ റെസിപ്പിയിലും ഒക്കെ പറയുന്നത് പോലെ നീഡ് ചെയ്യുമ്പം നമ്മൾ നീഡിൻ്റെ തുടക്കത്തിൽ ഇത് ഇച്ചിരി സ്റ്റിക്കിയാണ്. അപ്പം ഒരു 5 മിനിറ്റ് നീഡ് ചെയ്തിട്ടും പിന്നെയും സ്റ്റിക്കിയാണെങ്കിൽ മാത്രം നിങ്ങൾ ഓരോ ടേബിൾ സ്പൂൺ വീതം മാത്രം പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ പൊടിയും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഒരുപാട് പൊടി ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുകയും ചെയ്യരുത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. പിന്നീട് നമുക്ക് നന്നായിട്ട് ഡവ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ മാവ് കുഴച്ച ബൗളിലേക്ക് ഞാൻ ഒരു ഓയിൽ സ്പ്രേ ചെയ്തിട്ട് ഇതിനെ വെക്കുവാണേ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലീൻ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം. നേരത്തെ നമ്മൾ മാവ് കുഴച്ച ബൗളിലേക്കാണ് ഞാനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പം നന്നായിട്ട് ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം സാധാരണ ഗാർഡൻ ബ്രെഡിലേക്ക് ഒലിവ് ഓയിലാണ് ഏറ്റവും നല്ലതും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് തന്നെ ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇൻ കേസ് അതില്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിഫൈൻഡ് ഓയിലിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഞാനിപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് ഒരു ക്ലോത്ത് വെച്ച് കവർ ചെയ്യുവാണേ. കവർ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓവൻ്റെ ലൈറ്റിൽ ഇതിനെ ഇപ്പം തൽക്കാലം വെക്കുവാണ് റെസ്റ്റ് ചെയ്യാൻ. അതായത് ഫസ്റ്റ് പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് വെക്കുവാണ്. അപ്പം നിങ്ങൾ എൻ്റെ ഡിന്നർ റോൾസിൻ്റെ റെസിപ്പി, അതുപോലെ തന്നെ കോഫി ബണ്ണിൻ്റെ റെസിപ്പീസ്, കോക്കനട്ട് ബണ്ണിൻ്റെ റെസിപ്പി, ഇതെല്ലാം നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. പല രീതിയിൽ നമ്മൾ ഇതിനെ പ്രൂഫ് ചെയ്യാൻ വെക്കാറുണ്ട്. അപ്പം ഒന്നുകിൽ നിങ്ങൾക്കൊരു ലൂക്ക് വാം വാട്ടർ എടുത്തിട്ട് ഒരു ബൗളിലെടുത്തിട്ട് ആ ബൗളിലേക്ക് ഈ ബൗളിനെ ഇറക്കി വെക്കാം. അന്നേരവും ഒരു നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ നല്ല ചൂടുവെള്ളത്തിൽ വെക്കരുത്, ലൂക്ക് വാം വാട്ടറിൽ നമ്മൾ വെക്കാവുള്ളൂ. അപ്പം ചൂട് നമ്മൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇല്ലെങ്കിൽ നമുക്കിതുപോലെ ഓവൻ ലൈറ്റ് ഇട്ടതിന് ശേഷം അതിൽ കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ആ ഓവൻ ലൈറ്റിൽ ഇരുന്നിട്ടാണെങ്കിൽ അത് പെട്ടെന്ന് പൊന്തി വരും. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും മതി. ഇനി മീൻ വൈൽ ഞാൻ ഇതുപോലെ പാർച്ച്മെൻറ്റ് പേപ്പർ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഞാൻ ഇതിനകത്ത് ഇനിയൊരു സമയത്ത് പിയാനോ വായിക്കുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. ആ സമയത്ത് ഇത് സ്റ്റിക്കി ആയി പോകരുതെന്ന് കരുതിയിട്ട് എനിക്കിതിങ്ങനെ ഇളകി കൃത്യമായിട്ട് വരണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ ആഡ് ചെയ്ത് കൊടുത്തു. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും. എൻ്റെ വീട്ടിൽ മുന്തിരി എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മുന്തിരി ആഡ് ചെയ്ത് കൊടുത്തു. ഇതിനെ കൂടുതലും വെജിറ്റബിൾസ് തന്നെ
തന്നെയാണ് ഇതിന് യൂസ് ചെയ്യാറുള്ളത്, വെജിറ്റബിൾസിനെയാണ്. പക്ഷേ ഞാനിപ്പം ഇതുപോലെ ഗ്രേപ്സിനെ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് മുൻപ് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ പൈനാപ്പിൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്ലവേഴ്സിനെ പൈനാപ്പിൾ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തു. അപ്പം നമ്മൾ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ചോയ്സാണ് കേട്ടോ. നമുക്കിഷ്ടമുള്ള, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം പൂക്കളൊക്കെ കട്ട് ചെയ്യുന്നതിന് ഒന്നുമില്ലെങ്കിലും നമ്മുടെ മലയാളിയുടെ കയ്യിൽ ഒരു ടൊമാറ്റോയും അതുപോലെ തന്നെ ഒണിയനും ഇല്ലാത്ത മലയാളി ഇല്ലല്ലോ. അപ്പം അത് മാത്രമാണെങ്കിലും മതി. ഇത്രയും ബെൽ പേപ്പേഴ്സിൻ്റെ ഒന്നും ആവശ്യം പോലും ഇല്ല. പിന്നെ ആ സ്റ്റെമ്മൊക്കെ കൊടുക്കുന്നതിന്, ആ മറ്റേ താഴത്തെ ഇലകൾ കൊടുക്കുന്നതിന് എപ്പോഴും സ്പ്രിംഗ് ഓണിയൻസ് നല്ലതാണ്. അപ്പം ഞാൻ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ വെക്കണോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ കൊറിയാണ്ടർ ലീവ്സ് വെക്കണോ, അതൊക്കെ നമ്മുടെ കംപ്ലീറ്റ് ഓപ്ഷണൽ. ഇത് 1 മണിക്കൂർ എടുത്തില്ല കേട്ടോ. എനിക്ക് അതിന് മുൻപ് തന്നെ ഇതുപോലെ നന്നായിട്ട് മാവ് പൊന്തി വന്നു. അപ്പോൾ ഇതിനെ ഞാൻ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് പകർത്തുവാണ്. പകർത്തുന്നതിന് തൊട്ട് മുൻപ് നമ്മളിതുപോലെ കയ്യിൽ നന്നായിട്ട് എണ്ണ തടവിയിട്ട് പകർത്തുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. അത് നല്ലതായിരിക്കും കേട്ടോ. അതൊരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, കുഞ്ഞു മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. മക്കളെയും കൂടെ അടുത്ത് വിളിച്ച് നിർത്തിയിട്ട് പിയാനോ വായന അങ്ങ് തുടങ്ങുക, കൈ വെച്ചിട്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സമയമായിരുന്നു. വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കലബല ബഹളം നടന്നൊരു സമയം കൂടെയാണ്. പിയാനോ വായന അങ്ങ് നടന്നു. ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് നമ്മളിതുപോലെ ഡോട്ട്സ്, അതിനൊരു മടിയും കൊടുക്കണ്ട കേട്ടോ. മടിയും കാണിക്കാണ്ട് നമുക്കിതുപോലെ പിയാനോ ധൈര്യമായിട്ട് നിങ്ങൾ അടുത്ത ബെസ്റ്റ് ഫൺ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെക്കറേഷൻസ് ആണ്. ഇതും ഭയങ്കര രസമായിരുന്നു. അപ്പം ഞാൻ സ്പ്രിംഗ് ഓണിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ കൊറിയാണ്ടർ ലീവ്സിനെ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ എന്തെടുക്കുന്നു എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. മലയാളികളുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒണിയനും ടൊമാറ്റോയും ഇല്ലാതെ മലയാളി ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ശരിക്കും അതാണെങ്കിലും മതി കേട്ടോ. അത് ഈ ഒണിയനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ടൊമാറ്റോനെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ കഴിച്ചാലും നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പം ഗാർലിക്കിനെ ആഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ഒരു ഇച്ചിരി മഞ്ഞ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞളിൽ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഗാർലിക്കിനെ പിന്നീടൊന്ന് അറേഞ്ചൊക്കെ ചെയ്തെടുത്തു. അപ്പം ഈ കാണുന്ന ആ ഒണിയനില്ലേ, അത് ശരിക്കും ഞാൻ ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ. എൻ്റെ ബട്ടർഫ്ലൈ ആണേ അത്. എൻ്റെ കലാവിരുതിനെ ദേവീത് നിങ്ങൾ ക്ഷമിക്കുക. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത്, ഇപ്പോൾ ഈ ആഡ് ചെയ്ത് ഗാർലിക് പൗഡർ ഇല്ലേ, അത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ അവൈലബിൾ ആണെങ്കിൽ അത് ധൈര്യമായിട്ട് ഇട്ട് കൊടുത്തോളൂ. ഏറ്റവും ടേസ്റ്റ് തരുന്ന ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ഈ സ്പ്രിങ്കിൾ ചെയ്ത് ഓയിൽ എന്ന് വെച്ചാൽ വീണ്ടും ഞാൻ വെജിറ്റബിൾ ഓയിലാണ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒലിവ് ഓയിൽ എന്ന് പറയുന്നതിൻ്റെ കാരണം, ഒലിവ് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒലിവ് ഓയിൽ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ഓഫ് ഓയിലിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബേക്ക് ചെയ്തെടുക്കാം. അപ്പം 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഓൾറെഡി പ്രീഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ വെച്ചിട്ട് നമ്മളിതിനെ ഒരു 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ ലോവർ റാക്കിൽ ബ്രെഡിനെ വെച്ചിട്ട് നമുക്ക് മുകളിലെ റാക്കിൽ ഇതുപോലെ അലൂമിനിയം ഫോയിൽ വെച്ച് ലൈൻ ചെയ്ത് കൊടുത്താൽ മുകളിലെ ക്രസ്റ്റ് കരിഞ്ഞ് കിട്ടാണ്ട് ഇതുപോലെ നല്ല കളറിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ടിപ്പ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത്, വാനില കേക്ക് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ഡിന്നർ റോൾസ്, ബൺസ് ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്താണെങ്കിലും അലൂമിനിയം ഫോയിലിനെ മുകളിലെ റാക്കിൽ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലെ ക്രസ്റ്റ് ഇതേപോലെ നല്ലതായിട്ട് കിട്ടും കേട്ടോ. വാനില കേക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് പേരുടെയും പരാതി വരുന്നത് മുകൾ ഭാഗം ഒന്ന് കരിഞ്ഞു പോകുന്നത് പോലെ തോന്നാറില്ലേ, അതൊന്നും വരാണ്ട് നമുക്ക് നല്ല കളറിൽ കിട്ടും. അങ്ങനെ നമ്മുടെ ഗാർഡൻ ബ്രെഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കും എന്നുള്ളൊരു ചോയ്സ് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ അത് ക്രീം ചീസിൻ്റെ കൂടെ കഴിക്കാം. ഈ ക്രസ്റ്റ് നിങ്ങൾ ഇത് കാണുന്നില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിനെ ക്രീം ചീസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്, ജാമിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഞാൻ വീട്ടിൽ ബീഫിൻ്റെ സെഷ്വാൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിച്ചു. ചില്ലി ചിക്കൻ, പിന്നെ അതുപോലെ ചിക്കൻ കറി, നമ്മുടെ നാടൻ ചിക്കൻ കറി ആണെങ്കിലും നാടൻ ബീഫ് കറി ആണെങ്കിലും ഒക്കെ ഇത് ഭയങ്കര യമ്മി ആയിരിക്കും. പിന്നെ
നമുക്ക് അതാത് ദിവസത്തേക്കിന് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതെനിക്കൊരു സജഷൻ പോലെ പറയാനുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്താ പറയണ്ട, സിപ്പ് ലോക്ക് ബാഗിൽ സൂക്ഷിച്ചു വെക്കുന്നതും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഗാർഡൻ ബ്രെഡിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ ഫ്രം ആൻഡ് ക്രിയേഷൻസ്.